ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ. അതിലെ കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എങ്ങനെയുണ്ട് ചാപ്റ്റേഴ്സ്, ബുദ്ധിമുട്ടാണോ പഠിക്കാൻ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവുമാണ്. വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? പേര് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചാപ്റ്റർ വരുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഇത് എങ്ങോട്ട് വന്നു? ഫസ്റ്റിലോട്ട് വന്നു കേട്ടോ. അപ്പം വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ അങ്ങോട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ എന്താണ് ഏതൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ, ഒരു ശാഖയുടെ ആൽക്കീൻ്റെ നാമകരണം, അങ്ങനെ കുറേ ഭാഗങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, IUPAC നാമം എഴുതാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. ചെയിനായിട്ടുള്ളതിന് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്, 2 ചെയിൻ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, 3 ആകുമ്പോൾ എങ്ങനെ പേര് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ബുക്കിലുള്ള അതേപോലെ തന്നെയാണ് കൂടുതലും വന്നേക്കുന്നത്. എന്നാൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ്, ഫങ്ഷണൽ ഗ്രൂപ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഹൈഡ്രോക്സിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ളത് തന്നെയാണ് കേട്ടോ. എന്നാലും ചിലത് അഡീഷണൽ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടില്ല കേട്ടോ. ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എടുക്കാൻ മാത്രം ഇതാ ഈ കീറ്റോ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇല്ലായിരുന്നു, ഈ പ്രാവശ്യം അത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആൽക്കോക്സിയൊക്കെ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അരോമാറ്റിക് ഉള്ളതാണ്. ഓക്കെ, ദെൻ ഐസോമറിസവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ ഉള്ളത് തന്നെ അഡീഷണലായിട്ട് വന്നിരിക്കുക തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം, ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ. വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല, മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത 2ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ചാപ്റ്റർ ആയിരുന്നു, ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ആദേശ രാസപ്രവർത്തനം പറയുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അടുത്ത അഡീഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേയാണ് കേട്ടോ. പോളിമറൈസേഷൻ ഉണ്ടായിരുന്നു, അഡീഷൻ പോളിമറൈസേഷൻ ഉണ്ടായിരുന്നു. ദെൻ ഇത് അതുപോലെ ഉണ്ടായിരുന്നു, വിനയിൽ. ഓക്കെ, ഇതില്ലായിരുന്നു കേട്ടോ. കണ്ടൻസേഷൻ പോളിമേഴ്സ് കഴിഞ്ഞ ബുക്കിൽ കണ്ടിട്ടില്ല. തെർമൽ ട്രാക്കിങ്, താപീയ വിഘടനം ഉണ്ടായിരുന്നു കേട്ടോ. ഹൈഡ്രോ കാർബണിൻ്റെ ജ്വലനം ഉണ്ടായിരുന്നു. പിന്നെ പ്രധാന ഓർഗാനിക് സംയുക്തങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം അതേപോലെ ഉണ്ടായിരുന്ന സാധനങ്ങൾ. എത്തനോയിക് ആസിഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു. വ്യവസായം അതും ഉണ്ടായിരുന്നു കേട്ടോ. എസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് 3ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും അതേപോലെ ഇലക്ട്രോൺ വിന്യാസവും. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ്. ഇത് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, 3ാമത്തെ ചാപ്റ്ററിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും സിമ്പിൾ ചാപ്റ്ററാണ്, കാര്യമായിട്ട് ഒന്നും തന്നെ പഠിക്കാനില്ല കേട്ടോ. സിമ്പിളായിട്ട് കടന്നു പോകുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ. ഓക്കെ, ചില സാധനങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സൊക്കെ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല, ഇവിടെ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ചാപ്റ്റേഴ്സിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ. അടുത്ത 4ാമത്തെ ചാപ്റ്ററിലോട്ട് പോവേ. 4ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. ഇതിൽ എസും പിയും ഡിയും എഫും ബ്ലോക്സ് ഉണ്ട്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുണ്ട്, ഓരോന്നിൻ്റെ പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് കേട്ടോ. അതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം എടുത്തെടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ബുക്കിൽ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തെടുത്ത് കാണിക്കുന്നുമുണ്ട്. നിറമുള്ള സംയുക്തങ്ങൾ, എഫ് ബ്ലോക്സ്, അതിനെക്കുറിച്ചും റെയർ എർത്ത് അതൊക്കെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ 2ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. ഇത് ഇവിടെ
ഫസ്റ്റ് പാർട്ടിൽ 4ാമത്തെ ചാപ്റ്ററായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതും സിമ്പിളായിട്ട് നമ്മുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം ഇതിനെക്കുറിച്ചൊക്കെ എടുത്ത് ഇവരുടെ പൊതു സ്വഭാവങ്ങൾ പറയുന്നു. വോളിയം വ്യാപ്തത്തിനെ കുറിച്ച് പറയുന്നു. അതൊക്കെയാണ് കാര്യമായിട്ട് പറയാനുള്ളത് കേട്ടോ. 3 മർദ്ദം പ്രഷറിനെ കുറിച്ച് പറയുന്നുണ്ട്. താപനില ടെമ്പറേച്ചർ, വാതക നിയമങ്ങൾ 3 ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, അങ്ങനെ 3 പഠിക്കാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. എന്താ ചാൾസ് നിയമം കേട്ടോ, അതവിടെ കൊടുത്തിട്ടുണ്ട്. ചാൾസ് നിയമത്തിനെ കുറിച്ച് ഇതുണ്ടോ, ചാൾസ് നിയമമുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അവഗാഡ്രോ നിയമത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇതിൽ. മോളാർ മാസ് ഇതൊക്കെ കഴിഞ്ഞതിൽ GNM-ഉം GMM-ഉം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇതിലേക്കും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും പറയാനില്ല, സിമ്പിളായിട്ട് പഠിക്കാനേ ഉള്ളൂ കേട്ടോ. എല്ലാം സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. വാതകങ്ങളുടെ വ്യാപ്തവും മോളും ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ള സാധനങ്ങൾ തന്നെയാണ് കൂടുതലും. ആദർശവാതക സമവാക്യം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ. അത് അഡീഷണൽ ആയിട്ട് വന്നേക്കുന്ന ഇതാണ് കേട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടിയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേടിച്ച് എന്ത് ചെയ്യേണ്ടില്ല, പഠിക്കേണ്ടതില്ല. സിമ്പിളായിട്ട് എന്ത് ചെയ്യാനേ ഉള്ളൂ, പഠിക്കേണ്ട കാര്യങ്ങളേ ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ചാനലിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ഡെയിലി നമ്മൾ ഓരോ സബ്ജക്റ്റായിട്ട് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ട് നമ്മുടെ ലൈവ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈവിനെ കുറിച്ച് എന്തെങ്കിലും ലൈവ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും, ഡെയിലി മിസ്സ് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഈ നമ്മുടെ ഓരോ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഫുൾ A+ലോട്ട് എത്തണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ടീമേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മിസ്സിൻ്റെ നമ്പർ തരാം. ഇതിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മിസ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ മിസ് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ തന്നെ പിൻ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. ഇനി അതിൽ കയറാൻ പറ്റുന്നില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മിസ്സിൻ്റെ ഈ നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ മിസ് എന്ത് ചെയ്യുക, നമ്പർ ഇവിടെ കൊടുക്കാവേ. 9526401384 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ നമ്പർ സേവ് ചെയ്യുക. എൻ്റെ മിസ് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഏതാ ക്ലാസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മിസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.